من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد. ഏറെ ബഹുവന്യരായ പ്രിയം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, ഏറെ പുണ്യം നിറഞ്ഞ വിശ്വാസികൾക്കൊക്കെ സന്തോഷമേൽകുന്ന മറ്റൊരു പെരുന്നാൾ കൂടി, ബലിപെരുന്നാൾ കൂടി നമ്മിലേക്ക് ആഗതമായിരിക്കുകയാണ്. ആദ്യമായിക്കൊണ്ട് എല്ലാവർക്കും എൻ്റെ ബലിപെരുന്നാൾ ആശംസകൾ നേരുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ സൽപ്രവർത്തനങ്ങളും പൂർണ്ണമായി സ്വീകരിക്കുമാറാകട്ടെ. തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ത്യാഗപൂർണമായ ചരിത്രം ഓർക്കാതെ ഒരാൾ പോലും ഈയൊരു സമയം വിശ്വാസികളിൽ ഉണ്ടാകുകയില്ല. തൻ്റെ ജീവിതത്തിലുടനീളം ത്യാഗ സമ്പൂർണമായ ജീവിതം നയിച്ച് വരാനിരിക്കുന്ന ഈ ഭൂലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും മാതൃകയായിക്കൊണ്ട് നമുക്ക് വലിയ ഒരു സിറാത്തൽ മുസ്തഖീം, നേരായ പാത കാണിച്ചു തന്നുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം നമ്മിൽ നിന്നും വിട പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു പുതിയ കാലഘട്ടത്തിൽ ഒട്ടേറെ പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ വിശ്വാസി സമൂഹം നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ അതിനൊക്കെ എങ്ങനെയാണ് തരണം ചെയ്യേണ്ടത്, എങ്ങനെയാണ് അതിനൊക്കെ മറികടക്കേണ്ടത് എന്നുള്ളതിൻ്റെ വ്യക്തമായ ഉദാഹരണം, വ്യക്തമായ വഴി ഇബ്രാഹിം നബി അലൈഹിസ്സലാം നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. പരീക്ഷണങ്ങളെയും പ്രതിസന്ധികളെയും ഒരു നാഴിക പോലും, ഒരു നാഴി ഇഴ പോലും പിന്നോട്ടടിക്കാതെ മുന്നോട്ട് അള്ളാഹുവിൽ തവക്കുലാക്കിക്കൊണ്ട് പുഞ്ചിരിയോടെ നേരിട്ടിട്ടുള്ള ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ഓർമ്മയാണ് ബലിപെരുന്നാളിൽ നമ്മൾ അയവിറക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രവാചകനെ പിന്തുടരുവാൻ, പിൻപറ്റുവാൻ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, ഖുൽ സദഖല്ലാഹ്
നബിയെ പറയുക, അള്ളാഹു സത്യം പറഞ്ഞിരിക്കുന്നു, ഫത്തബിഉ മില്ലത ഇബ്രാഹീമ ഹനീഫ, ഋജുമനസ്കനായ ഇബ്രാഹിം നബിയെ നിങ്ങൾ പിൻപറ്റുക, ഇബ്രാഹിമിൻ്റെ മാർഗം നിങ്ങൾ പിൻപറ്റുക. വമാ കാന മിനൽ മുശ്രിക്കീൻ, അദ്ദേഹം ബഹുദൈവ ആരാധകനായിരുന്നില്ല. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മാർഗം പിൻപറ്റുക എന്ന് ഈ അന്ത്യനാൾ വരെയുള്ള മുസ്ലിമീങ്ങൾക്ക്, വിശ്വാസികൾക്ക്, അല്ലെങ്കിൽ മാലോകർക്ക് മുഴുവനായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബിനെ പരിചയപ്പെടുത്തുന്നത് അങ്ങനെയാണ്. അദ്ദേഹത്തിൻ്റെ പാത പിന്തുടരുവാനാണ് നമ്മോട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഖദ് കാനത് ലക്കും ഉസ്വത്തുൻ ഹസനത്തുൻ ഫീ ഇബ്രാഹീമ വല്ലദീന മഅഹു. മറ്റൊരു വചനത്തിൽ അല്ലാഹു പറയുന്നു, ഇബ്രാഹിം നബിയിലും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരിലും ഉസ്വത്തുൻ ഹസന, നല്ല ഒരു മാതൃക നമുക്കുണ്ട് എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ സൂറത്ത് മുംതഹിനയിൽ നമ്മോട് പറയുകയാണ്. അഥവാ വലിയ ഉത്തമമായ മാതൃക ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിലൂടെ നമുക്ക് ലഭിക്കുവാനുണ്ട്. ഖുർആനും നമ്മെ അത് ഉണർത്തുകയാണ്. പ്രിയമുള്ളവരെ, സങ്കീർണതകൾ നിറഞ്ഞിട്ടുള്ള പ്രയാസ പ്രതിസന്ധികൾ മേൽക്കുമേൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന, പ്രത്യേകിച്ച് വിശ്വാസികൾക്ക് കൂടുതലായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ, മുസ്ലിമാണ് എന്ന് പറയുവാൻ പോലും മടിക്കുന്ന ആളുകളുള്ള ഈ കാലഘട്ടത്തിൽ, മുസ്ലിം ആളുകൾ അല്ലെങ്കിൽ മുസ്ലിമീങ്ങളായിട്ടുള്ള മനുഷ്യർ ഓരോ ദിവസവും നൂറുകണക്കിന് ആളുകൾ മരണപ്പെടുന്ന ഈ ഒരു ഘട്ടത്തിൽ മുസ്ലിങ്ങളെ ഭയപ്പെടുത്തുവാനും ഒറ്റപ്പെടുത്തുവാനും ഒക്കെയുള്ള ശ്രമങ്ങൾ നടക്കുമ്പോൾ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ഈ പാത, അത്തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ത്യാഗമായ ചരിത്രം നമുക്കൊക്കെ ഓർക്കേണ്ടതും ഗുണപാഠമാകേണ്ടതുമുണ്ട്. ലോകത്ത് നടക്കുന്ന തീവ്രവാദ ദുഷ്പ്രചാരണങ്ങൾ മുഴുവൻ ഇസ്ലാമിലേക്ക് അടിച്ചേൽപ്പിക്കുവാൻ ഒരു കൂട്ടർ ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇസ്ലാമിൻ്റെ ഷിയാറുകൾ, ഇസ്ലാമിൻ്റെ അടയാളങ്ങൾ കാണുമ്പോൾ അത് ഭീകരതയുടെയും അതുപോലെ തന്നെ വിദ്വേഷത്തിൻ്റെയും വെറുപ്പിൻ്റെയും അടയാളമായി കൊണ്ട് മാറ്റുവാൻ ബോധപൂർവമായ ശ്രമങ്ങൾ ഇന്ന് നമ്മുടെ നാട്ടിൽ പോലും നടക്കുന്നു എന്നുള്ളത് ഒരു വാസ്തവം തന്നെയാണ്. സമാനതകളില്ലാത്ത രൂപത്തിൽ ഇസ്ലാം ഇങ്ങനെ വിമർശിക്കപ്പെടുന്നു. മതമില്ലാത്ത ആളുകളെ കൊണ്ട്, അതല്ലെങ്കിൽ ലിബറൽ വാദികളെ കൊണ്ട്, അതല്ലെങ്കിൽ സമൂഹത്തിൽ എല്ലാം തകിടം മറിച്ചുകൊണ്ട് തങ്ങളുടെ ആവശ്യങ്ങൾ മാത്രം സാധൂകരിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന, കച്ചവട താല്പര്യം മാത്രം കണക്കിലെടുക്കുന്ന ആളുകൾ, ഇവരൊക്കെ ഇസ്ലാമിനെയാണ് ഒന്നാമതായിക്കൊണ്ട് അമ്പ് ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, അത്രത്തോളം പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചുണ്ടാകുമ്പോൾ, തളരുവാൻ ഒരുപാട് കാരണങ്ങൾ ഉണ്ടാകുമ്പോഴും തളരാതെ പിടിച്ചു നിർത്തുവാൻ സാധിക്കുന്നതിന് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെയും മകനായ ഇസ്മായിലിൻ്റെയും അതുപോലെ തന്നെ ഭാര്യയായ ഹാജറിൻ്റെയും ഒക്കെ ചരിത്രം നമുക്ക് ഏറ്റവും കൂടുതൽ അതിനുള്ള തളർച്ചയ്ക്കുള്ള മരുന്നായിക്കൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്ക് കാണാൻ കഴിയും, ഇത്തരം കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ അവിവേകപൂർണമായിക്കൊണ്ടുള്ള പല ഇടപെടലുകളും, വികാരനിർഭരമായിക്കൊണ്ടുള്ള പല ഇടപെടലുകളും മുസ്ലിം സമൂഹത്തിൽ നിന്ന് തന്നെ ഉണ്ടാകുന്നതും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാകുമ്പോൾ തന്നെ വികാരത്തിന് പുറത്ത് കാര്യങ്ങൾ ചെയ്തു കൂട്ടിക്കൊണ്ട് വിവേകമില്ലായ്മയിലൂടെ കൂടുതൽ അപകടം വരുത്തി വെക്കുന്ന ആളുകളെയും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ പ്രിയമുള്ളവരെ, ഇത്തരം പ്രവണതകളെല്ലാം നടക്കുമ്പോൾ ഇതിലും വലിയ പരീക്ഷണം നേരിട്ടുള്ള ഇബ്രാഹിം അലൈഹിസ്സലാമിനെയാണ് നമ്മൾ ഓർക്കേണ്ടത്. ആ മാതൃകയാണ് നമ്മൾ പിൻപറ്റേണ്ടത്. നാടും നാട്ടുകാരും വീട്ടുകാരും എല്ലാം ഒറ്റപ്പെടുത്തിക്കൊണ്ട് പ്രവാചകനെ ആ നാട്ടിൽ നിന്നും പുറത്താക്കുവാൻ ശ്രമിച്ചപ്പോൾ പോലും ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ, എനിക്ക് അല്ലാഹു മതി, എത്ര ഭരമേൽപ്പിക്കുവാൻ, അവനെത്ര നല്ലവൻ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാത്തിനെയും തരണം ചെയ്യുവാൻ അല്ലാഹുവിൻ ഭരമേൽപ്പിച്ചിരിക്കുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെയാണ് പ്രിയമുള്ളവരെ നമ്മൾ പിൻപറ്റേണ്ടത്. അത്തരമൊരു തവക്കുൽ നമ്മൾ ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടതുണ്ട്. അത്തരമൊരു പ്രതീക്ഷ ആട്ടിപ്പുറത്താക്കുമ്പോൾ പോലും ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞത്, വഖാല ഇന്നി ദാഹിബുൻ ഇലാ റബ്ബി, ഞാൻ എൻ്റെ റബ്ബിലേക്ക് ഇതാ പോവുകയാണ്, സയഹ്ദീൻ, അവൻ എനിക്ക് വഴി കാണിക്കുമെന്നുള്ള ദൃഢപ്രതീക്ഷ, ദൃഢനിശ്ചയം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനുണ്ടായി. പ്രിയമുള്ളവരെ, നമ്മളും അത്തരമൊരു പ്രതിസന്ധി വരുമ്പോൾ, അത്തരമൊരു പ്രയാസം വരുമ്പോൾ ഏത് ഘട്ടത്തിലും ഇത് പറയുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഫലസ്തീനിലെ ജനങ്ങൾ ഓരോ ദിവസവും നൂറുകണക്കിന് ആളുകൾ മരിക്കുമ്പോൾ, തങ്ങളുടെ വീടുകൾ ഓരോ ദിവസവും ആക്രമിക്കപ്പെടുമ്പോൾ, തകർന്ന് തരിപ്പണമാകുമ്പോൾ അതിലുള്ള വീഡിയോകളൊക്കെ കണ്ട ആളുകളാണ് നമ്മൾ. പറയുന്ന വാക്കുകൾ എന്താണ്? ഹസ്ബി അല്ലാഹ്,
എനിക്ക് അല്ലാഹു മതി എന്ന് പറഞ്ഞുകൊണ്ട് ധൈര്യപൂർവ്വം മുന്നോട്ട് വരുവാൻ, അതിനെയൊക്കെ തരണം ചെയ്യുവാൻ അവർക്ക് സാധിച്ചത് പ്രിയമുള്ളവരെ ഈ ഒരു തവക്കുൽ തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ ജീവിതത്തിലും ഒരുപാട് പ്രതിസന്ധികൾ വരുന്നുണ്ട്, വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കുഞ്ഞില്ലാതെ വിഷമിക്കുന്ന മാതാപിതാക്കളുണ്ട്, കുഞ്ഞില്ലാതെ വിഷമിക്കുന്ന ഇണകളുണ്ട്, അതുപോലെ തന്നെ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്, സാമ്പത്തികമായി കൊണ്ട്, കടബാധ്യത കൊണ്ട്, ഇങ്ങനെ തുടർച്ചയായ പരീക്ഷണങ്ങൾ കൊണ്ടൊക്കെ വളരെയധികം പ്രയാസപ്പെടുന്ന മനുഷ്യർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. എന്താണ് അവരൊക്കെ ചെയ്യുന്നത്? മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ പോലും ഒരു പരിധിവരെ കഴിഞ്ഞാൽ പിന്നീട് റബ്ബിൽ തവക്കുലാക്കുന്നതിന് പകരം മറ്റുള്ളവരിലേക്ക് പോകുന്ന, കുറുക്കുവഴി തേടുന്ന ഒരു അവസ്ഥാവിശേഷം ഗൗരവപൂർവ്വം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മളൊക്കെ അത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. അവിടെ പ്രിയമുള്ളവരെ, എന്താണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം നമുക്ക് പഠിപ്പിച്ചു തരുന്ന കാര്യം? എന്താണ് അവിടുത്തെ മാതൃക എന്നുള്ളതും അള്ളാഹുവിലേക്ക് മാത്രം തിരിഞ്ഞുകൊണ്ട് അള്ളാഹുവിൽ മാത്രം തവക്കുലാക്കി മറ്റൊന്നിനെയും വകവെക്കാതെ മുന്നോട്ട് പോകുവാനുള്ള ഒരു ധൈര്യമാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അദ്ദേഹം പറയുകയാണ്, അല്ലദീ ഖലഖനീ വഹുവ യഹ്ദീൻ, അവനാണ് എന്നെ സൃഷ്ടിച്ചിട്ടുള്ളത്, അവൻ എനിക്ക് മാർഗദർശനം തന്നു. സൃഷ്ടാവിലേക്ക് മടങ്ങുവാൻ പഠിപ്പിക്കുകയാണ്. വല്ലദീ ഹുവ യുഅ്തീനി വയസ്ഖീൻ, എനിക്ക് ഭക്ഷണവും വെള്ളവും തരുന്നത് അവനാകുന്നു. വഇദാ മരിൽതു ഫഹുവ യശ്ഫീൻ, എനിക്ക് രോഗം വന്നാൽ അവൻ സുഖപ്പെടുത്തുന്നു. വല്ലദീ യുമീതുനി വയുഹ്യീൻ, എനിക്ക് ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് എന്നെ പുനരുജ്ജീവിപ്പിക്കുന്നത് അവൻ തന്നെയാണ്. വല്ലദീ അത്മഉ അൻ യഗ്ഫിറ ലീ ഖതീഅതി യൗമദ്ദീൻ, നാളെ പരലോകത്ത് വെച്ച് എൻ്റെ പാപങ്ങളൊക്കെ പുറത്തുകൊണ്ട് എനിക്ക് എൻ്റെ പാപങ്ങൾ പുറത്തു തരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, അവൻ എനിക്ക് പുറത്തു തരുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നതും അവനോടാണ് എന്ന് പ്രഖ്യാപിക്കുവാൻ പ്രിയമുള്ളവരെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് സാധിച്ചു. അപ്പോൾ സൃഷ്ടാവായിക്കൊണ്ട്, റബ്ബായിക്കൊണ്ട് അള്ളാഹുവിൽ മാത്രം നമ്മൾ തവക്കുലാക്കണം. അപ്രകാരം തന്നെ എനിക്ക് തരുന്ന എല്ലാ സുഖ സൗകര്യങ്ങളും അത് എൻ്റെ റബ്ബിൽ നിന്നാണ് എന്ന് നമ്മൾ ഉറപ്പിക്കണം. രോഗം വന്നാൽ ചികിത്സിക്കുവാൻ തങ്ങന്മാരുടെയും ബീവിമാരുടെയും, അതല്ലെങ്കിൽ മറ്റുള്ള ആളുകളുടെ അടുക്കലൊക്കെ പോകുന്ന ഒരു സമൂഹം നമ്മുടെ മുന്നിലുണ്ട്. പ്രിയമുള്ളവരെ, എത്രത്തോളം ആത്മാർത്ഥതയോടെയാണ് അവരൊക്കെ ഈ ഒരു ദിവസത്തിൽ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് തക്ബീർ ചൊല്ലുന്നത് എങ്ങനെയാണ് പ്രിയമുള്ളവരെ? അല്ലാഹു അക്ബർ, അല്ലാഹുവാണ് ഏറ്റവും വലിയവൻ, ഈ ലോകത്തുള്ള സർവ്വചരാചരങ്ങളെക്കാളും ഏറ്റവും ഉയർന്നവൻ, ഉന്നതൻ അല്ലാഹുവാണ് എന്ന് പ്രഖ്യാപിച്ച് ആ അല്ലാഹുവിലാണ് എൻ്റെ എല്ലാ കാര്യങ്ങളും തവക്കുലാക്കേണ്ടത് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ പെരുന്നാൾ നിസ്കാരം നിർവഹിക്കുന്ന മനുഷ്യരിൽ എത്ര ആളുകൾ പ്രിയമുള്ളവരെ ഈ ഒരു രൂപത്തിലേക്ക് മാറുന്നുണ്ട്? അവിടെയാണ് നമ്മൾ ഗൗരവപൂർവ്വം ഇതൊക്കെ ചെയ്യുന്നത് ഇഖ്ലാസോടു കൂടിയാണോ? ഇതൊക്കെ എൻ്റെ പ്രവാചകന്മാരുടെ മാതൃക പിൻപറ്റിക്കൊണ്ടാണോ എന്ന് അവരോരോരുത്തരും ഇത് ചെയ്യുന്ന ആളുകൾ പ്രിയമുള്ളവരെ ചിന്തിക്കേണ്ടത്. ഹാജിമാർ എല്ലാവരും ഒരുമിച്ച് കൂടിക്കൊണ്ട് മക്കയിൽ ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, അല്ലാഹുവേ നിന്റെ വിളിക്കുത്തരം നൽകി ഞങ്ങളിതാ വന്നിരിക്കുന്നു എന്ന് ഉറക്കെ പ്രഖ്യാപിച്ച് ലാ ശരീക ലക്, നിനക്ക് ശിർക്കില്ല, നിനക്ക് പങ്കുകാരില്ല എന്ന് പ്രഖ്യാപിച്ചിട്ട് അത് കഴിഞ്ഞ് വന്ന് നേരെ ഹജ്ജൊക്കെ നല്ല പൂർത്തിയായി, അൽഹംദുലില്ലാ ഹജ്ജൊക്കെ വളരെ ഭംഗിയായി ചെയ്യാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ ഒരു നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് പല ആളുകളും പോകുന്നത് മക്ബറിലേക്കും മഖാമിലേക്കുമാകുന്നു. എങ്ങനെയാണ് പ്രിയമുള്ളവരെ ആ ഹജ്ജ് സാധൂകരിക്കപ്പെടുക? അവിടെയാണ് നമ്മൾ ഇവർക്കൊക്കെ എപ്പോഴും പുരോഹിതന്മാരാണ് ഇവരെല്ലാം വഴി തെറ്റിക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ ഗൗരവകരമായ വിഷയം. പൗരോഹിത്യം അവരെ പിടിച്ചു വച്ചിരിക്കുന്നു. തങ്ങൾക്ക് സത്യം മനസ്സിലാക്കുവാൻ സാധിക്കാത്ത വിധം പൗരോഹിത്യം അവരെ വലയിൽ കുടുക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ വാസ്തവമായിട്ടുള്ളത്. ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹി ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, പ്രിയമുള്ളവരെ, ശിർക്ക് വന്നു കഴിഞ്ഞാൽ ആർ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നുവോ, അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നോ, ആരാധനാ കർമ്മങ്ങളായിട്ടുള്ള നിസ്കാരമാകട്ടെ, നോമ്പാകട്ടെ, ഹജ്ജാകട്ടെ, അതല്ലെങ്കിൽ ഏത് കർമ്മമാകട്ടെ, നേർച്ചയാകട്ടെ, അതെല്ലാം അള്ളാഹുവിന് പകരം മറ്റൊരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഹറമല്ലാഹു അലൈഹിൽ ജന്ന, സ്വർഗം നിഷിദ്ധമായി, സ്വർഗം അള്ളാഹു അവനെ ഹറാമാക്കി. അല്ലേ? ഈ പെരുന്നാൾ കഴിഞ്ഞിട്ട് ഇനി തൊട്ടടുത്ത ദിവസം വരാനിരിക്കുകയാണ് മമ്പുറം നേർച്ച. എന്താണ് പ്രിയമുള്ളവരെ അവിടെ നടക്കാൻ പോകുന്നത്? ആരുടെ തൃപ്തിക്ക് വേണ്ടിയിട്ടാണ് ആ നേർച്ച നടക്കാൻ പോകുന്നത്? പ്രിയമുള്ളവരെ, ഈ പറഞ്ഞ തൽബിയത്തും തക്ബീറും ചൊല്ലിക്കൊണ്ടാണ് ആളുകൾ അതിലേക്ക് പോകുന്നത് എന്നുള്ളത് അതിൻ്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലേ? ഹറമല്ലാഹു അലൈഹിൽ ജന്ന, നമ്മുടെയൊക്കെ ഈ പറഞ്ഞ ഏത് മനുഷ്യൻ്റെയും
വിശ്വാസികളായിട്ടുള്ള മുസ്ലിമീങ്ങളായിട്ടുള്ള എല്ലാവരുടെയും ലക്ഷ്യമെന്നുള്ളത് സ്വർഗമാകുന്നു. പക്ഷേ അവിടെ ഹറാമാകുന്നത് പ്രിയമുള്ളവരെ ശിർക്ക് ചെയ്യുന്നതിലൂടെയാണ്. വമഅവാഹുന്നാർ, നരകമാണ് അവരുടെ സങ്കേതം. വമാ ലിദ്ദാലിമീന മിൻ അൻസാർ, ഒരു സഹായിയെയും അക്രമികൾക്ക് ലഭിക്കുകയില്ല. പ്രിയമുള്ളവരെ, തൗഹീദ് ഉൾക്കൊള്ളുന്ന ഉദ്ഘോഷിക്കുന്ന ആളുകളായിക്കൊണ്ട് നമ്മൾ മാറേണ്ടതുണ്ട്. പോരാ, അതിലുപരി അത് നിലനിർത്തുന്ന ജീവിതത്തിലുടനീളം ഏത് ഘട്ടത്തിലും എന്ത് പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടായാലും പ്രിയമുള്ളവരെ, ഈ തക്ബീറിൻ്റെയും അതുപോലെ തന്നെ ഹാജിമാർ ചെയ്യുന്ന തൽബിയത്തിൻ്റെയും ഒരു മാതൃകയായിക്കൊണ്ടായിരിക്കണം നമ്മൾ ഓരോരുത്തരും മാറേണ്ടത് എന്നുള്ളതാണ് ഈ ഒരു സമയത്ത് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. അത്രത്തോളം ഗൗരവപരമായ വിഷയമാണ് പ്രിയമുള്ളവരെ. നമ്മുടെ സ്വർഗം നഷ്ടപ്പെടുന്ന വിഷയമാണ് എന്നുള്ളത് പ്രിയമുള്ളവരെ, അവരെ നമ്മൾ കഴിയുന്ന വിധത്തിൽ ബോധ്യപ്പെടുത്തുവാൻ ഉള്ള ഒരു ശ്രമം നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതുണ്ട്. അപ്രകാരം തന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ കുടുംബബന്ധം ശിഥിലമാകുന്ന, കുടുംബജീവിതത്തിന് വില കൊടുക്കാത്ത, അതല്ലെങ്കിൽ മാതാവും പിതാവും തമ്മിൽ അകലുന്ന, അതല്ലെങ്കിൽ കുടുംബബന്ധത്തിന് യാതൊരുവിധ വിലയും കൽപ്പിക്കാത്ത ഒരു സമൂഹം വളർന്നു വരുന്നുണ്ട് എന്നുള്ളതും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. മക്കൾ വഴിതെറ്റിക്കൊണ്ടിരിക്കുന്ന, അശ്ലീലതയിലേക്ക് പോകുന്ന, വൃത്തികേടുകളിലേക്ക് പോകുന്ന, അതിനെ ലൈക്കടിക്കുന്ന, അതിനെ പിന്തുടരുന്ന ഒരു സമൂഹം പ്രിയമുള്ളവരെ നമ്മുടെ മുന്നിൽ നടന്നു നീങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തെ ഏറ്റവും പ്രയാസത്തോടു കൂടിയായിരിക്കും ഒരു വിശ്വാസി എന്നുള്ള നിലക്ക് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഏത് രംഗത്തും മലീമസമായ ഒരു രൂപമാണ് ഇന്ന് നമുക്ക് കാണുവാൻ സാധിക്കുക. അത് വ്യക്തിപരമാകട്ടെ, കുടുംബപരമാകട്ടെ, സാമൂഹികമാകട്ടെ, സാംസ്കാരികമാകട്ടെ, ഏത് നിലയിലും അധപ്പതിച്ച ഒരു സമൂഹമാണ് ഇന്ന് നമ്മുടെ മുന്നിലും ചുറ്റുപാടിലുമുള്ളത്. പ്രിയമുള്ളവർ, അവിടെ നമ്മുടെ മക്കൾക്ക്, നമ്മുടെ കുടുംബത്തെ സുരക്ഷിതമാക്കുക എന്നുള്ളത് നമ്മുടെ കർത്തവ്യമാണ്. ഓ അംഫുസക്കും വ അഹ്ലീക്കും നാറ, നിങ്ങളുടെ സ്വന്തത്തെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്നും കാത്തുരക്ഷിക്കേണ്ടതുണ്ട് എന്ന് ഖുർആൻ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആ ഒരു ശ്രദ്ധ കൂടി നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടതുണ്ട്. നമ്മൾ മാത്രം ഞാൻ സ്വയം നന്നാവുക, ഞാൻ സ്വയം സ്വർഗത്തിലേക്ക് എത്തുക എന്നുള്ളത് ഒരാളും ആഗ്രഹിക്കുന്നതല്ല. പക്ഷേ പലപ്പോഴും അതിലേക്ക് മാത്രം ചുരുങ്ങുന്ന ഒരു അവസ്ഥാവിശേഷം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, മതനിരാസം വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ മതമൊന്നും വേണ്ട, മനുഷ്യനായാൽ മതി എന്ന് പ്രഖ്യാപിക്കുന്ന ആളുകളുള്ള കൂട്ടത്തിൽ, മതം ഏതായാലും ശരി, മനുഷ്യൻ നന്നായാൽ മതി എന്ന് പറയുന്ന ആളുകളുള്ള കൂട്ടത്തിൽ, അപ്രകാരം തന്നെ ഈ മതങ്ങളൊന്നും കാര്യമില്ല, തനിക്കിഷ്ടമുള്ള രൂപത്തിൽ തോന്നിയ പോലെ ജീവിച്ചുകൊള്ളൂ എന്ന് പറയുന്ന ആളുകളുള്ള കൂട്ടത്തിൽ, ലിബറൽ ചിന്താഗതികളുള്ള കൂട്ടത്തിൽ, വേണമെങ്കിൽ എന്താണ് ആരാധനാകർമ്മങ്ങൾ നിന്റെ മതമനുസരിക്കാം, വേണ്ടാത്തപ്പോൾ അത് ഒഴിവാക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന, പ്രഖ്യാപിക്കുന്ന, അതിനെ ആളുകളെ കൂട്ടുന്ന ഒരു വിഭാഗം ഇവിടെ ജീവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അവരിലേക്ക് നമ്മുടെ കുടുംബം പോകുന്നില്ല എന്നുള്ളത് പ്രിയമുള്ളവരെ നമ്മൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അവിടെയും ഇബ്രാഹിം നബി അലൈഹിസ്സലാമും മകൻ ഇസ്മായിൽ നബിയും നമുക്ക് ഉദാത്തമായ മാതൃക നൽകുന്നുണ്ട് എന്നുള്ളതാണ്. മക്കൾക്ക് വേണ്ടി പ്രിയമുള്ളവരെ നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം നിരന്തരമായി കൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനകളിൽ മക്കൾക്കൊരു സ്ഥാനം നൽകിയിരുന്നു. റബ്ബി ജഅൽനീ മുഖീമസ്സലാത്തി വമിൻ ദുർരിയതി, അല്ലാഹുവേ എൻ്റെ രക്ഷിതാവേ എന്നെ നമസ്കാരം നിർവഹിക്കുന്ന ആളുകളാക്കി മാറ്റണമേ, അതുപോലെ തന്നെ വമിൻ ദുർരിയതി എൻ്റെ മക്കളെയും എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ റബ്ബനാ തഖബ്ബൽ ദുആ, അല്ലാഹുവേ ഞങ്ങളുടെ പ്രാർത്ഥന നീ സ്വീകരിക്കണമേ എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, സഹോദരി സഹോദരന്മാരെ, ആത്മാർത്ഥമായ പ്രാർത്ഥന നമ്മുടെ മക്കൾക്ക് വേണ്ടി, നമ്മുടെ കുടുംബത്തിന് വേണ്ടി നമ്മുടെ മുന്നിൽ നിന്നും ഉണ്ടാകേണ്ടതുണ്ട്. അപ്രകാരം തന്നെ മക്കൾക്ക് ഉപദേശം നൽകേണ്ടതുണ്ട്. ഇസ്മായിൽ അലൈഹിസ്സലാം പറയുകയാണ്, ഇസ്മായിൽ അലൈഹിസ്സലാം പറഞ്ഞ കാര്യം വിശുദ്ധ ഖുർആൻ എടുത്തു പറയുന്നു. വകാന യഅ്മുറു അഹ്ലഹു ബിസ്സലാത്തി വസ്സകാത്ത്, അദ്ദേഹം സകാത്ത് കൊണ്ടും നിസ്കാരം കൊണ്ടും തൻ്റെ കുടുംബത്തെ, തൻ്റെ അഹ്ലുകാരെ ഉപദേശിച്ചിരുന്നു, കൽപ്പിച്ചിരുന്നു. വകാന ഇൻദ റബ്ബിഹി മർദിയാ, അദ്ദേഹം അള്ളാഹുവിൻ്റെ അടുക്കൽ റിള, തൃപ്തി ലഭിച്ച ആളാകുന്നു എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തു മറിയമിലൂടെ ഉണർത്തുകയാണ്. പ്രിയമുള്ളവരെ, മതവിഷയങ്ങൾ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. ആദ്യ അധ്യാപകർ എന്നുള്ളത് മാതാപിതാക്കളാണ്. ചെറുപ്പം മുതൽ അവർക്ക് ശീലിപ്പിക്കേണ്ട കാര്യങ്ങളൊക്കെ നിർബന്ധപൂർവം, മനഃപൂർവ്വം ഒരു ശ്രമം നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടതുണ്ട്. അത് നിസ്കാരമാകട്ടെ, മറ്റ് ഏത് ആരാധനാ കർമ്മങ്ങളാകട്ടെ,
നല്ലൊരു മതബോധം പ്രിയമുള്ളവരെ നമുക്ക് നൽകേണ്ടതുണ്ട്. മദ്രസ വിദ്യാഭ്യാസം മക്കൾക്ക് നമ്മൾ നിർബന്ധപൂർവം നൽകേണ്ടതുണ്ട് എന്നുള്ളതാണ് പ്രിയമുള്ളവരെ നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യം. മതം പഠിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു ഡോക്ടറായിക്കൊണ്ട്, മതം പഠിച്ച ഒരു എഞ്ചിനീയർ, ഒരു മറ്റ് ഏത് വിഭാഗമാകട്ടെ, ഏത് ജോലിയായാലും മതം പഠിച്ചുകൊണ്ട് അടിസ്ഥാന പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു സമൂഹത്തെ വാർത്തെടുക്കുവാൻ പ്രിയമുള്ളവരെ നമ്മൾ ഓരോരുത്തരുമാണ് അതിൻ്റെ ഒന്നാമത്തെ കണ്ണി എന്നുള്ളത്. അതുകൊണ്ട് മക്കളെ ഏത് രംഗത്തേക്ക് പറഞ്ഞു വിടുകയാണെങ്കിലും അവൻ മതബോധമുള്ള നല്ലൊരു വ്യക്തിയായിട്ട് മാറും എന്നുള്ള ഉറപ്പ് നമുക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ നമുക്ക് കൃത്യമായ മതപഠനം, അത് മദ്രസയാകട്ടെ മറ്റ് മതപഠന സംരംഭങ്ങളാകട്ടെ, അതിലേക്ക് നമ്മുടെ മക്കളെയും നമ്മൾ സ്വയവും അതിലേക്ക് പോകണമെന്നുകൂടി ഈ ഒരു സമയത്ത് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. നമ്മുടെ കടമകൾ, മാതാപിതാക്കളോടുള്ള കടമകൾ, അതുപോലെ തന്നെ മറ്റ് സമൂഹത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അയൽവാസികളാകട്ടെ കുടുംബക്കാരാകട്ടെ അവരോടൊക്കെ എങ്ങനെ ഇടപെടണം, എങ്ങനെ പെരുമാറണം, എങ്ങനെ അവരുമായിട്ട് ഇടപഴകണം എന്നൊക്കെ കൃത്യമായിക്കൊണ്ട് പ്രിയമുള്ളവരെ നമ്മൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട്. ഇതൊന്നും അവർ ഇന്ന് മറ്റുള്ളവരിൽ നിന്നും പഠിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അതാണ് നമ്മുടെ ഈ ഒരു സമൂഹം ഇങ്ങനെയാകുവാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമെന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മൾ ഒന്നാമതായിക്കൊണ്ട് മാതൃകയായിക്കൊണ്ട് മാറേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, മാതാവും പിതാവും ഒരുപോലെ ഈ ഒരു വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവരുടെ വസ്ത്രധാരണത്തിൽ അവർ ഇപ്പോൾ യൂട്യൂബിനെയും വാട്സപ്പിനെയുമാണ്, അതല്ലെങ്കിൽ റീൽസിനെയും ഷോർട്സിനെയുമാണ് മതത്തിനും അതല്ലെങ്കിൽ ഏത് കാര്യത്തിനും പിന്തുടരുന്നത്. എന്ത് കണ്ടോ, അവർ ഇഷ്ടപ്പെടുന്ന ആൾ എന്ത് കണ്ടോ അത് പിൻപറ്റുവാനുള്ള ത്വരയാണ് അവർക്കുള്ളത്. റീൽസുകളാണ് പലപ്പോഴും, റീൽസ് റിയൽ അല്ല എന്നുള്ള ഒരു കാര്യം പ്രിയമുള്ളവരെ അവർക്ക് നമ്മളാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. റീൽസിൽ കാണുന്ന മുഖങ്ങൾ, ചിരിച്ചുകൊണ്ടിരിക്കുന്ന മുഖങ്ങൾ, റീൽസ് അവസാനിക്കുന്നതോടുകൂടി ജീവിതം ഒടുക്കിയ വിവരങ്ങൾ പോലും നമ്മളൊക്കെ കണ്ടിട്ടുണ്ട്. ഇതൊന്നും യാഥാർത്ഥ്യമല്ല. ഇതൊക്കെ ആളുകൾ കാണാൻ വേണ്ടി, ആളുകളെ രസിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്ന് മക്കളും ഇതുപോലെ തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. മാതാപിതാക്കൾ അത് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, ഇങ്ങനെ നമ്മുടെ വസ്ത്രധാരണത്തിലാകട്ടെ പുരുഷന്മാർ അത് നിര്യാണിക്ക് താഴെ ഇസ്ലാമികമായ വസ്ത്രധാരണം അത് നമ്മൾ പഠിപ്പിക്കേണ്ടതുണ്ട്. അത് കുട്ടികളെ കൊണ്ട് ഫോളോ ചെയ്യിപ്പിക്കേണ്ടതുണ്ട്. സ്ത്രീകളാകട്ടെ തട്ടം എന്നുള്ളത് തലയിൽ ഇടുക എന്നുള്ളതല്ല അതിൻ്റെ ലക്ഷ്യം, മറിച്ച് മുഖമൊഴികെ ബാക്കിയുള്ള എല്ലാ ഭാഗങ്ങളും മറയ്ക്കുക, മുടി കാണരുത് എന്ന് കുട്ടികളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, അതൊന്നും ഇന്ന് നടക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. മാതാപിതാക്കൾ പോലും അതിലൊന്നും ഗൗരവത്തിൽ ഇടപെടുന്നില്ല. അവർ തട്ടമിട്ടിട്ടുണ്ടല്ലോ, ഷാളൊന്ന് അണിഞ്ഞിട്ടുണ്ടല്ലോ, അത് തന്നെ വലിയ കാര്യം എന്ന് പറയുന്ന രൂപത്തിലേക്ക് പലപ്പോഴും മാറിയിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഇതിലൊന്നും മാതൃക നമ്മുടെ പ്രവാചകനിൽ നിന്ന് നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല. ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ഇന്ന് ഇവിടെ നിർവഹിച്ച തക്ബീറുകൾ, അതല്ലെങ്കിൽ നമ്മൾ ഇന്ന് ആലോചിക്കുന്ന, നമ്മൾ ഇന്ന് അയവിറക്കുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ മാതൃക എന്നുള്ളത്, ഇസ്മായിൽ അലൈഹിസ്സലാമിൻ്റെ മാതൃക എന്നുള്ളത്, അതുപോലെ തന്നെ ഹാജറിൻ്റെ മാതൃക എന്നുള്ളത്, പ്രിയമുള്ളവരെ, ഏത് പ്രതിസന്ധിയിലും അള്ളാഹുവിൽ തവക്കുലാക്കിക്കൊണ്ട് അള്ളാഹു പറഞ്ഞ പ്രകാരം ഇസ്ലാം നിഷ്കർഷിച്ച കാര്യം എന്താണോ അത് പിന്തുടരുക എന്നുള്ളതാണ് എല്ലാവർക്കും അഭികാമ്യമായ കാര്യം എന്നുള്ളത് പ്രിയമുള്ളവരെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഏറ്റവും നല്ല രൂപത്തിൽ കഴിഞ്ഞുപോയ നമ്മുടെ അധ്യാപകരായിട്ടുള്ള നമ്മൾ പിൻപറ്റേണ്ടുന്നതായിട്ടുള്ള പ്രവാചകന്മാരുടെ മാതൃകകളാണ്, അവരെയാണ് നമ്മൾ റോൾ മോഡലാക്കേണ്ടത് എന്ന് നമ്മൾ സ്വയവും നമ്മുടെ മക്കളെയും അത്തരത്തിൽ അവരെ ഓർമ്മിപ്പിക്കേണ്ടതുണ്ട് എന്നുകൂടി ഈ ഒരു സമയത്ത് സൂചിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, ആണിനും പെണ്ണിനും കൂട്ടുകുടുംബങ്ങൾക്കും ഒന്നും സുരക്ഷിതത്വം ഇല്ലാത്ത വിധം ഈ സമൂഹം മലീമസമായിട്ടുണ്ട്. അവിടെയൊക്കെ ഉത്തമ സമുദായമായിക്കൊണ്ട് എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് കൃത്യമായിക്കൊണ്ട് ഏത് പ്രതിസന്ധിയിലും എങ്ങനെ ഒരു മുസ്ലിം ജീവിക്കണമെന്ന് കാണിച്ചു കൊടുക്കേണ്ടത് ഈ ഇരിക്കുന്ന നമ്മൾ ഓരോരുത്തരുമാണ് എന്നുള്ള ഒരു ബോധം പ്രിയമുള്ളവരെ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിക്കൊണ്ട് അത്തരമൊരു മാറ്റം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം എന്നുകൂടി ഈ സമയത്ത് സൂചിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇസ്ലാം അനുസരിച്ച് പ്രവാചകന്മാരുടെ മാതൃകയനുസരിച്ച് ജീവിക്കുവാനുള്ള ഒരു ശ്രമം നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതുണ്ട്. അപ്രകാരം തന്നെ ഈ ഒരു ദിനം എന്നുള്ളത്, ഇതിൻ്റെ സുന്നത്തുകൾ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയിട്ടുള്ള ഏറ്റവും പവിത്രമായ ദിനത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിൻ്റെ ആഘോഷം ഏതായിരുന്നാലും മറ്റ് മതസ്ഥരുടെ ആഘോഷങ്ങളെപ്പോലെ ആർത്തുല്ലസിച്ച് എന്തുമാകാം എന്നുള്ള രീതിയിലേക്ക്, ലഹരിയിലേക്കോ അതല്ലെങ്കിൽ മറ്റുള്ള ആൺ പെൺ കൂടിക്കലരുകളിലേക്കോ അതല്ലെങ്കിൽ മറ്റുള്ള എന്ത് തോന്നിവാസങ്ങളാകട്ടെ അതൊന്നും ഇസ്ലാമിൻ്റെ ആഘോഷത്തിലില്ല എന്നുള്ളത് നമ്മൾ ഉറപ്പാക്കേണ്ടതുണ്ട്. അതിന് പകരം സുന്നത്തുകൾ മുറുകെ പിടിച്ചുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന ആസ്വാദനങ്ങൾ ഹലാലായത് എന്തെല്ലാം ഉണ്ടോ അതൊക്കെ ആസ്വദിക്കുവാനുള്ളൊരു സമയമായിക്കൊണ്ട്
ഇതിനെ നമുക്ക് കാണേണ്ടതുണ്ട്. മക്കൾക്ക്, നമ്മുടെ കുടുംബത്തിന് ആഗ്രഹിക്കണം ഈ അടുത്ത പെരുന്നാൾ വരുവാൻ വേണ്ടി അവർ ശ്രമിക്കണം, അവർ അങ്ങനെ ആലോചിച്ച് കാത്തിരിക്കണം. പക്ഷെ പലപ്പോഴും അങ്ങനെ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. പ്രിയമുള്ളവരെ, ഒന്നാമത്തെ കാര്യം എന്നുള്ളത് ഇത് ദിവസത്തിൽ ദാനധർമ്മം ഏറെ ശ്രേഷ്ഠമായ കാര്യമാണ്. പ്രവാചകൻ വലിയ പ്രോത്സാഹനം അതിൽ നൽകിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ദാനധർമ്മം ചെയ്യുവാൻ ഈ ഒരു ദിവസം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മക്കൾക്ക്, കുടുംബക്കാർക്ക് ഒക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും, അയൽവാസികളാകട്ടെ മറ്റു പരിചയക്കാരാകട്ടെ, പരസ്പരം കഴിയുമെങ്കിൽ ഹദിയ കൊടുക്കുവാൻ, സമ്മാനങ്ങൾ പരസ്പരം കൈമാറുവാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്രകാരം തന്നെ പരസ്പരം പരിചയപ്പെടുവാനും പരസ്പരം ബന്ധം പുതുക്കുവാനും, അത് നമ്മുടെ മാതാപിതാക്കളാകട്ടെ, മാതാവിൽ നിന്ന് തുടങ്ങി വീട്ടിലെ ആളുകൾ മുതൽ അയൽവാസികൾ, കുടുംബക്കാർ, ഇനിയെ പരിചയക്കാർ, കൂട്ടുകാർ, ഇങ്ങനെ എല്ലാവർക്കും പരമാവധി ഇന്നത്തെ ദിവസം നമ്മളൊന്ന് ബന്ധം പുതുക്കുവാൻ കഴിയുമെങ്കിൽ അടുത്തുള്ള ആളുകൾ, അല്ലെങ്കിൽ ഫോൺ വിളിച്ചുകൊണ്ട്, അല്ലെങ്കിൽ വാട്സപ്പിലൂടെ ബന്ധപ്പെട്ടുകൊണ്ട് ഇങ്ങനെ ഒരു ബന്ധം, ഒന്ന് സലാം പറഞ്ഞ് തഖബ്ബലല്ലാഹു മിന്നാ വ മിൻകും എന്തെങ്കിലും പറയുവാനുള്ളൊരു ശ്രമം പ്രിയമുള്ളവരെ നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാവും. ഇതൊക്കെയാണ് നമ്മുടെ ഈ പെരുന്നാളിലൂടെ ബന്ധം പുതുക്കൽ വലിയ സുന്നത്തുള്ള കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതിനുള്ളൊരു ശ്രമം മനഃപൂർവ്വം, ഇന്നിപ്പോൾ ഉളുഹിയത്തിൻ്റെ ഒക്കെ തിരക്കായിരിക്കും, എങ്കിലും ഉച്ചയ്ക്ക് ശേഷം ഒരു സമയം അതിനായിട്ടിരുന്നു കൊണ്ട് ആ ബന്ധപ്പെടലിന് വേണ്ടിയിട്ടും കാണാൻ പറ്റുന്ന ആളുകളൊക്കെ പോയി കണ്ടുകൊണ്ടും വിളിക്കാൻ പറ്റുന്ന ആളുകളെ വിളിച്ചുകൊണ്ടും ബന്ധം പുതുക്കണമെന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഇതൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും, എങ്കിലും ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുക മാത്രമാണ് ചെയ്യുന്നത്. അപ്രകാരം തന്നെ നമ്മുടെ ഈദ് മുസല്ലയിലേക്ക് വരുന്ന വഴിയും പോകുന്ന വഴിയും ഒക്കെ വ്യത്യസ്തമാകണമെന്ന് പറയുന്നതിൻ്റെ ഒരു പ്രധാന കാരണം ഇങ്ങനെയായിരുന്നു എന്ന് നമുക്ക് പണ്ഡിതന്മാർ പറഞ്ഞതായിക്കൊണ്ട് കാണാൻ കഴിയും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിൻ്റെ പരിചയം പുതുക്കുവാൻ ഈ സമയം ഉപയോഗപ്പെടുത്തിയിരുന്നു എന്ന് പ്രവാചകൻ്റെ സുന്നത്തിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്ന കാര്യമാണ്. അപ്രകാരം തന്നെ പരസ്പരം തഖബ്ബലല്ലാഹു മിന്നാ വ മിൻകും, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ചെയ്തിട്ടുള്ള ആരാധനാ കർമ്മങ്ങൾ, പ്രത്യേകിച്ച് ഈ ഈദ് ദിവസത്തിലെ ഈദ് നിസ്കാരമാകട്ടെ, അതല്ലെങ്കിൽ മറ്റുള്ള പ്രാർത്ഥനകളാകട്ടെ, അതല്ലെങ്കിൽ തൊട്ട് മുൻപത്തെ ദിവസം ചെയ്തിട്ടുള്ള നമ്മുടെ നോമ്പാകട്ടെ, ഇതൊക്കെ അള്ളാഹു സ്വീകരിച്ചിട്ടില്ലെങ്കിൽ പ്രിയമുള്ളവരെ എന്ത് കാര്യമാണ് നമുക്കുള്ളത്? എത്ര നഷ്ടക്കാരായിരിക്കും നമ്മൾ, അല്ലേ? എത്രയോ ആളുകളുണ്ട് നാളെ പരലോകത്ത് വരും, എല്ലാ കർമ്മങ്ങളും ചെയ്തിട്ടുണ്ടാകും, രാത്രി നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, നിസ്കാരമുണ്ട്, അപ്രകാരം തന്നെ സ്വതക്കകളുണ്ട്. പക്ഷേ അവരൊക്കെ വന്നുകൊണ്ട് ധൂളികളായിക്കൊണ്ട് അവരുടെ കർമ്മങ്ങളൊക്കെ നിഷ്ഫലമായി പോകുന്ന ചില ആളുകളുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആത്മാർത്ഥമായിക്കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. റബ്ബനാ തഖബ്ബൽ മിന്നാ, അല്ലാഹുവേ ഞങ്ങളിൽ നിന്ന് ഇത് സ്വീകരിക്കണമേ. എല്ലാ കർമ്മങ്ങളും തെറ്റുകുറ്റങ്ങൾ വന്നു പോയിട്ടുണ്ട്, അത് പുറത്തുകൊണ്ട് അല്ലാഹുവേ നീ ഞങ്ങൾക്ക് പൂർണ്ണ പ്രതിഫലം നൽകണമേ എന്ന് ആത്മാർത്ഥമായ പ്രാർത്ഥന നമ്മൾ സ്വയവും അതുപോലെ തന്നെ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുമ്പോൾ പ്രിയമുള്ളവരെ, ഈ ഒരു ഈദ് ദിവസം ഏറ്റവും നല്ല രൂപത്തിൽ നമുക്ക് മുതലെടുക്കുവാൻ സാധിക്കും എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് നമ്മൾ പരസ്പരം തഖബ്ബലല്ലാഹു മിന്നാ വ മിൻകും എന്ന് പറയുവാൻ ശ്രമിക്കുക. അള്ളാഹു എൻ്റെയും നമ്മുടെയും കർമ്മങ്ങൾ സ്വീകരിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ഈദ് മുബാറക് പോലുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള പദങ്ങൾ, നമുക്ക് ഹലാലായ പദങ്ങൾ ഉപയോഗിക്കുന്നതിലൊന്നും തെറ്റുകളില്ല. അങ്ങനെ ഏറ്റവും നല്ല സൗഹാർദ്ദപൂർവ്വം ഈ ഒരു സമയം ഉപയോഗപ്പെടുത്തുവാൻ നമ്മൾ സാധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ പ്രിയമുള്ളവരെ, പിണക്കങ്ങളിലൂടെ നിൽക്കുന്ന ആളുകൾ, പിണങ്ങി നിൽക്കുന്ന ആളുകൾ ഇണക്കമുണ്ടാക്കുവാൻ, ഭാര്യയും ഭർത്താവും തമ്മിലുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ കുടുംബക്കാർ തമ്മിൽ പരസ്പരം ഉണ്ടെങ്കിൽ, മകനും ഉപ്പയും തമ്മിലുണ്ടെങ്കിൽ, മകളും ഉമ്മയും തമ്മിലുണ്ടെങ്കിൽ, അമ്മായിമ്മയും മരുമകളും തമ്മിലുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ അയൽവാസികൾ പരസ്പരം ഉണ്ടെങ്കിൽ, കൂട്ടുകാർ തമ്മിലുണ്ടെങ്കിൽ, ഇതെല്ലാം പരിഹരിക്കുവാനുള്ളൊരു അവസരമായിക്കൊണ്ട് പ്രിയമുള്ളവരെ ഈ ദിനത്തെ നമ്മൾ കാണേണ്ടതുണ്ട്. നമ്മൾ അങ്ങോട്ട് ചെന്ന് അവരുമായിട്ട് ബന്ധം സ്ഥാപിക്കുക, നമ്മൾ പുനഃസ്ഥാപിക്കുക. നമുക്ക് ആഗ്രഹം എന്നുള്ളത് നമ്മൾ ത്യാഗം സഹിക്കുക, അല്ലെ? നമ്മൾ ചിലപ്പോൾ ആത്മാഭിമാനം കൊണ്ടായിരിക്കാം ഒരു പക്ഷേ പിടിച്ചു നിൽക്കുന്ന പ്രിയമുള്ളവരെ, അവിടെ അതിനല്ല സ്ഥാനമുള്ളത്. മറിച്ച് അള്ളാഹുവിൻ്റെ ദീൻ പഠിപ്പിച്ചത് അല്ലെ ഏറ്റവും നല്ല രൂപത്തിൽ പരസ്പരം പെരുമാറുവാനാണ്. അതുകൊണ്ട് അങ്ങനെ പിണക്കങ്ങളെ ഇണക്കങ്ങളാക്കുവാനുള്ള ഒരു പരിശ്രമം ഈ ഒരു ദിവസം ഉണ്ടാകേണ്ടതുണ്ട്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിട്ടുപുറത്തു കൊടുക്കുവാൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, ഒരിക്കലും പണമല്ല വലുത് എന്ന് നമ്മൾ ഓരോരുത്തരും ബോധ്യപ്പെടേണ്ടതുണ്ട്. പലപ്പോഴും പണത്തിനു മേലെയാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് പണം ഉണ്ടാക്കുവാനുള്ള ധൃതിയിലാണ് നമുക്ക് നിസ്കാരം അത് സമയത്ത് നിർവഹിക്കുവാൻ സാധിക്കാത്തത്, വേണ്ട ആരാധനാ കർമ്മങ്ങൾ അതിൻ്റെ കൃത്യമായിക്കൊണ്ട് നിർവഹിക്കുവാൻ സാധിക്കാത്തത്. പ്രിയമുള്ളവരെ, പണത്തിനുപരി സ്നേഹവും അള്ളാഹുവിൻ്റെ സഹായവും നമുക്ക് എപ്പോഴും വേണമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്രകാരം തന്നെ സാമൂഹിക ക്ഷേമ പദ്ധതികളിൽ, അതുപോലെ തന്നെ
മറ്റുള്ള രംഗങ്ങളിലൊക്കെ സജീവമായി കൊണ്ടുള്ളൊരു ഇടപെടൽ നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതുണ്ട്. അപ്രകാരം തന്നെ നമ്മൾ ഈ ഒരു സമയം നമ്മുടെ കുടുംബത്തിൽ മരണപ്പെട്ടു പോയിട്ടുള്ള ആളുകളുണ്ട്, അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അപ്രകാരം തന്നെ രോഗികളായിട്ടുള്ള ഒരുപാട് ആളുകൾ, ആയിരക്കണക്കിന് ആളുകൾ ഈ ലോകത്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഈദ്ഗാഹിലേക്ക് അല്ലെങ്കിൽ ഈ പള്ളിയിലേക്ക് ഈദ് നിസ്കരിക്കുവാൻ സാധിക്കാത്ത അവർക്ക് വേണ്ടി, അവരുടെ രോഗം ശിഫയാകുവാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അങ്ങനെ പ്രാർത്ഥനകൾ കൊണ്ട് സജീവമായിക്കൊണ്ട്, തക്ബീർ ധ്വനികൾ മുഴക്കിക്കൊണ്ട്, കുടുംബബന്ധം പുലർത്തിക്കൊണ്ട്, സ്നേഹബന്ധം പരസ്പരം കൈമാറിക്കൊണ്ട് നല്ലൊരു ഈദായിക്കൊണ്ട് നമ്മൾ ഈ ഒരു ദിവസത്തെ മാറ്റുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ ഏറ്റവും നല്ല രൂപത്തിൽ ഈദിനെ ഉൾക്കൊള്ളുവാനും ഈദ് പിൻപറ്റുവാനും അപ്രകാരം തന്നെ ഇതിലെ എല്ലാ നന്മകളും സാധൂകരിക്കുവാനും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മിൽ നിന്നും വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹുവേ നീ ഞങ്ങൾക്ക് വിട്ടുപുറത്തു മാപ്പാക്കി തരണമേ റഹ്മാനെ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മുസ്ലിമായതിൻ്റെ പേരിൽ മാത്രം ഒരുപാട് ആളുകൾ പ്രയാസങ്ങളും പ്രതിസന്ധികളും അനുഭവിക്കുന്നുണ്ട്. അവർക്കെല്ലാം നീ നിൻ്റെ വിജയം നൽകി അനുഗ്രഹിക്കുമാറാകണമേ റഹ്മാനെ. അവർക്കെല്ലാം നീ നിൻ്റെ ശാന്തിയും സമാധാനവും പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, മറ്റു ബന്ധുമിത്രാദികൾ, മറ്റു കുടുംബക്കാർ, അതുപോലെ തന്നെ നമ്മുടെ പരിചയക്കാർ എല്ലാവർക്കും നീ മഗ്ഫിറത്തും മർഹമത്തും ദാനം ചെയ്യണമേ റഹ്മാനെ. അവരെയും ഞങ്ങളെയും നാളെ നിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്കൊക്കെ നീ അവരുടെ രോഗം എത്രയും പെട്ടെന്ന് ശിഫയാക്കി കൊടുക്കണമേ റഹ്മാനെ. അതുപോലെ തന്നെ കടബാധ്യത കൊണ്ട്, സാമ്പത്തിക പ്രയാസം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരുടെയൊക്കെ പ്രയാസങ്ങൾ നീ ദൂരീകരിച്ചു കൊടുക്കണമേ റഹ്മാനെ. ഞങ്ങളിൽ നിന്നും വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും നീ പുറത്തു മാപ്പാക്കി തന്ന് അടച്ചവനെ, ഞങ്ങളുടെ എല്ലാ കർമ്മങ്ങളും അതിലെല്ലാ വീഴ്ചകളും പരിഹരിച്ചുകൊണ്ട് പൂർണ്ണമായി സ്വീകരിച്ച് അതിൻ്റെ പൂർണ്ണ പ്രതിഫലം നീ ഞങ്ങൾക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകണമേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا وأجر والدينا من النار. ربنا تقبل منا دعاءنا وصيامنا وصدقاتنا يا رب العالمين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.